ഹലോ, നിങ്ങൾ കൊടുങ്കാറ്റ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവാം, ഒരുപാട് ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാവാം. ഞങ്ങളിവിടെ ബംഗാളിൽ വരുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ നെയ്ബർ, അതായത് മുന്നേ ഇവിടെ ഒരു 2 വർഷം നിന്ന ഒരാൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുമാതിരി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഒരുമാതിരി വൃത്തികെട്ട കാലാവസ്ഥയാണ് അവിടെ ബംഗാളിൽ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെതാണ് പറഞ്ഞത്. അവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, കാലാവസ്ഥ അല്ലേ, തണുപ്പാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ തണുപ്പ് ഉണ്ടാവുമായിരിക്കാം, ചൂടാകുമ്പം കുറച്ച് ചൂട് കൂടുതലുണ്ടാവും, അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷമാണ് മനസ്സിലായത്, ഇതുപോലൊരു കാലാവസ്ഥയുള്ള സ്ഥലം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഏത് സമയത്താണ് നമ്മുടെ കാലാവസ്ഥ മാറുന്നതെന്ന് നമുക്കൊരാൾക്കും പറയാൻ പറ്റില്ല. നല്ല വെയിലായിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു മഴ, നല്ല ഇടിയും മിന്നലോട് കൂടിയിട്ടൊരു മഴ ഉണ്ടാവും. നമ്മൾ രാവിലെ ചിലപ്പോൾ നല്ല എണീച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പോ അങ്ങനെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും മഴ വരും. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല തണുക്കും. എങ്ങനത്തെ കാലാവസ്ഥയെന്ന് ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് ഇവിടുത്തത്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ് നാട്ടിൽ പോയ സമയത്ത് ഞങ്ങളടുത്ത് ഇവിടെ നിന്നുള്ള നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു കൊടുങ്കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒന്ന് കഴിഞ്ഞ് അത്രയും സാധനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ റൂഫിലുള്ള ഷീറ്റ് വരെ പറന്ന് പോകാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ശക്തി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് പോട്ടെ, ഷീറ്റ് പോയി, ഇവിടെയുള്ള മരങ്ങൾ വേരോടുകൂടെ പൊട്ടി വീഴുക എന്ന് പറയുമ്പോഴത്തേക്കും, ഇത് ഞങ്ങളുടെ ബാക്കിലുണ്ടായിരുന്നായിരുന്നു, നല്ലൊരു പച്ച മരമായിരുന്നു, അത് നടുവെന്ന് പൊട്ടി വീണു. ഇത് ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ കാറിനൊന്നും പറ്റിയിട്ടുണ്ടല്ല. വലിയ പുളിമരത്തിൻ്റെ ചോട്ടിലൊരു ഷെഡ് കെട്ടിയിട്ടാണ് ഞങ്ങളെ കാറ് വെച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയില്ല, ട്രെയിനിന് പോയതുകൊണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിച്ചത്. നമ്മുടെ ഇവിടെ തന്നെ അടുത്തുള്ള ഒരാളുടെ കാറിൻ്റെ മുകളിൽ മരം പൊട്ടി വീണിട്ട് കാറ് മൊത്തം തകർന്നു പോയി. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും മരങ്ങളൊക്കെയാണ് പൊട്ടി വീണത്. വലിയ മരം, ഞങ്ങളുടെ ക്വാർട്ടറിൻ്റെ ബാക്കിലുള്ള സൈഡിൽ വലിയൊരു മാവുണ്ടായിരുന്നു, അത് മൊത്തം അടിവേരോടുകൂടി പൊരിഞ്ഞു വീണു. പക്ഷേ അത് ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്, പ്രത്യേകത എന്നല്ല, മണ്ണിന് ഇവിടെ നമ്മൾ എന്താ പറയുക, ആ ഒരു ബലക്കുറവുള്ളൊരു മണ്ണാണ്, വെള്ളത്തിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് വേരോടുകൂടി പൊട്ടി പോകുന്നത്. എന്തായാലും ഞങ്ങൾക്കത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. ആസ്വദിക്കുക എന്നല്ല, അതിൻ്റെ ആ ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയിൽ ഞങ്ങളിവിടെ ഇല്ലാത്ത ഞങ്ങളെന്തോ ഭാഗ്യം. അമ്മാതിരി കാറ്റായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കണ്ടാൽ വിചാരിക്കും വൈകുന്നേരമൊക്കെ ആയിരിക്കും. ഇത് രാവിലെ 9 മണി സമയമായിരുന്നു. രാവിലെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു. അപ്പം നമ്മളെല്ലാവരും തുണി പുറത്തിടും. അപ്പോഴാണ് ഇങ്ങനത്തെ അവസ്ഥ വരുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ മഴ വരുന്നത് പോലെ നമുക്ക് തോന്നും. നേരെ നമ്മൾ തിരിഞ്ഞ് നമ്മളെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ആകാശത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല വെയിലുമായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുമാതിരി വൃത്തികെട്ട കാലാവസ്ഥയാണ് ഇവിടുത്തെ എന്നുള്ളത്. തണുപ്പാണെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. നമ്മൾ ഡൽഹിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം നല്ല തണുപ്പുള്ള സമയത്തൊക്കെ നമ്മൾ നിന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ നല്ല തണുപ്പായിരിക്കും. പക്ഷേ ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്തൊരു തണുപ്പായിരിക്കും, ഒരു കുത്തുന്ന മാതിരിയുള്ള തണുപ്പ്. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ചില സമയങ്ങളിൽ നമ്മൾ ഈ ആകാശം കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇത് മഴ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആകാശമാണ്. ഈ ഫോണിൽ എനിക്ക് തോന്നുന്നു, ഫോണിലെടുക്കുമ്പോൾ അത്രത്തോളം അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവില്ല. നല്ല പലതരം കളറിലുള്ള ആകാശമായിരിക്കും. പക്ഷേ മഴയും കാറ്റും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകാശത്തിൻ്റെ ഭംഗിയൊന്നും നോക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്നിരുന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ പ്രകൃതിയിൽ നടക്കുന്ന പല പല കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.